ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മിനിയേച്ചർ കേക്ക് ഗിഫ്റ്റ് ബോക്സ് എന്നൊക്കെ പറയാം. അതിനായിട്ട് ഞാനൊരു ഹേർട്ട് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6 സെൻറ്റിമീറ്ററിലാണ്. ഇനി നമ്മൾ 3 സെൻറ്റിമീറ്റർ വീതിയിലും പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഹേർട്ടിനനുസരിച്ചിട്ട് നമ്മൾ ആ സൈഡിൽ വരുന്ന ഇത് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു മുള്ളു പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ മുകളിൽ വെക്കുന്ന ഭാഗത്ത് നമ്മൾ വേറൊരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടിനും നമുക്ക് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നതിന് മാത്രമേ കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും കളർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലും മുമ്പിലൊക്കെ ആയിട്ട് ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മൾ ഈ ഒരു റെഡ് കളർ പേപ്പർ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. 2 സൈഡും 4 സെൻറ്റിമീറ്റർ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതൊന്ന് നമ്മൾ നോർമൽ പേപ്പർ ചുറ്റുന്ന പോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. കുറച്ചും കൂടി എന്താ പറയുക, വൃത്തിയിലായിട്ട് ചുരുട്ടിയെടുത്തെങ്കിൽ നമുക്കിതുപോലുള്ള ഫ്ലവർ കിട്ടും. ഇനി ഇത് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി. ഇനി ഒരു ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ഒരു സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത പോർഷൻസൊക്കെ ഈ രീതിയിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൊക്ക മാതിരി നമ്മൾ 3 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇനി അല്ലാതെ നിങ്ങൾക്ക് ഗ്രീൻ കളർ പേപ്പർ ലീഫായിട്ട് വരച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കുമ്പോൾ കിട്ടുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു ഹേർട്ടിൻ്റെ ബോക്സിലേക്ക് ഇത് ഇങ്ങനത്തെ ഞാൻ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വെച്ച് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ സെക്യൂർ ആയിട്ട് ഉണ്ടാവും. ഇതുപോലെ നമ്മൾ ഇതിനെ നിറച്ചും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് നമുക്ക് ഫൈനൽ റിസൾട്ടായിട്ട് വരിക. ഇനി നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ 2 സൈഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു ഹേർട്ടിൻ്റെ ബോക്സിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത കളർ ചെയ്ത ഭാഗത്ത് റിബൺ വെച്ച് ഒരു ബോ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മളിതിൻ്റെ മുകളിലുമായിട്ട് അടപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബോക്സ് പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും 2 കളറായതുകൊണ്ട് ഞാൻ രണ്ടിനും പിങ്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ബോക്സ്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാർഡ്സൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ കാർഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബോക്സ് ഉണ്ടാക്കണം. അതിന് ഞാൻ 4 സൈഡും 7 സെൻറ്റിമീറ്ററിൽ വരച്ചിട്ട് പിന്നെ സെൻറ്ററിലായിട്ട് ഞാൻ OHP ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ബോക്സ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പരിപാടി. ഇനി നമ്മൾ ഇതിന് ഒരടപ്പുണ്ട്. അത് നമ്മൾ 7 സെൻറ്റിമീറ്ററിലാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഇതിലിടുന്ന സ്റ്റാർസ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമ്മൾ അകത്ത് വെച്ചിട്ടുള്ള ആ ബോക്സ് പുറത്ത് കാണുന്ന രീതിയിലാണ് നമ്മളിതിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 7 സെൻറ്റിമീറ്ററിൽ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലെ ബോക്സും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്യൂട്ട് മിനിയേച്ചർ ഗിഫ്റ്റ് ബോക്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ്. അപ്പം ടാറ്റാ, ബൈ ബൈ. Breath unraveling emotions. I need some space to think this through. Call me on